ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ തിരോധാനം കൊലപാതകമാണെന്ന സംശയം. കൊട്ടേഷൻ സംഘങ്ങൾ ഉൾപ്പെടെ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം ഒളിപ്പിച്ചെന്ന് സംശയിക്കുന്ന ഗോഡൌണിലെ മാൻഹോളിൽ പോലീസ് പരിശോധന നടത്തുകയാണിപ്പോൾ. 2 ദിവസം മുൻപാണ് ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കാണാതായത്. സന്ദീപ് രാജാക്കാട് വിവരങ്ങൾ നൽകും. സന്ദീപ്, ഇപ്പോൾ ഇയാൾ മരിച്ചു എന്ന് ഉറപ്പിക്കുകയാണോ പോലീസ്? ഇപ്പോൾ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രതിപരത്തിക്കാട് അത്തരം ഒരു ഉറപ്പിലേക്കല്ല, മറിച്ച് ഈ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴിയുമായി ബന്ധപ്പെട്ട അതിൽ ഒരു ഉറപ്പ് വരുത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കലയന്താനിയിലുള്ള ഈ ഗോഡൌണിനുള്ളിലെ മാൻഹോളിനുള്ളിൽ മണ്ണിട്ട് മൂടി എന്നുള്ളതായിരുന്നു പ്രതികളുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് എത്തി ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടുക്കി SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ഒരു വിവരം പറഞ്ഞ് എത്തിയിട്ടുണ്ടെന്നായിരുന്നാലും കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ ഈ ബിജുവിൻ്റെ ഭാര്യ പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഭർത്താവിനെ കാണാതായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സംശയാസ്പദമായി കാപ്പ കേസ് പ്രതി അടക്കമുള്ള ആളുകളെ കാണുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. പിന്നീടാണ് ഇത്തരമൊരു മൊഴി ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തങ്ങളിങ്ങനെ ഈ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബിജുവിനെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് കൊലപ്പെടുത്തി ഇവിടെ എത്തിച്ച് ഈ മാൻഹോളിനുള്ളിൽ മൂടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രതികളുടെ മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് നടത്തുന്നത്. ആ പരിശോധന നടത്തി ഈ മൂടപ്പെട്ടിരിക്കുന്ന കുഴി തോണ്ടി നോക്കിയാൽ മാത്രമാണ് അവരുടെ മൃതദേഹം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ കണ്ടെത്തിയാൽ പിന്നീട് ശാസ്ത്രീയ പരിശോധനയടക്കം നടത്തേണ്ടതായിട്ട് വരും. ഒപ്പം തന്നെ ബിജുവിൻ്റെ കുടുംബാംഗങ്ങളോട് ഇവിടേക്ക് എത്താൻ വേണ്ടി പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പു വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു കൊലപാതകത്തിൻ്റെ സ്ഥിരീകരണം ഉണ്ടാകൂ എന്നുള്ളതാണ്. എന്തായിരുന്നാലും വിശദമായിട്ടുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് അടക്കമുള്ളവർ നേരിട്ടെത്തിയാണ് ഈ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുമ്പും ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പിടിക്കപ്പെട്ടതിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളതിൽ 3 പേരിൽ ഒരാൾ കൊട്ടേഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് 2 പേർ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ടതാണ്. അതിൽ ഒരാൾ കാപ്പ കേസ് പ്രതി കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതൊരു കൊട്ടേഷൻ നൽകി കൊലപാതകം നടത്തിയതാണോ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയവും പോലീസിൻ്റെ നിഴലിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, ഈ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായിരുന്നാലും അതിനൊരു ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദമായ പരിശോധനയാണ് നടത്തുന്നത്. ഈ മാൻഹോളിനുള്ളിൽ മണ്ണിട്ട് മൂടി എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആദ്യഘട്ടത്തിലൊക്കെ വേറെ തരത്തിൽ പറഞ്ഞിരുന്നു, തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ വിശദമായി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇത്തരമൊരു കാര്യം ഈ പ്രതിയുടെ പിടിയിലായവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പിന്നീടാണ് ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് ഇവിടേക്ക് എത്തുകയും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൻ പോലീസ് സന്നാഹം ഈ കലയന്താനിയിലെ ഗോഡൌണിലേക്ക് എത്തുകയും പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗോഡൌണിലെ മാൻഹോളിൽ പരിശോധന നടത്തുന്നത്. പോലീസിന്റെ വൻ സംഘം തന്നെ അവിടെ ഈ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്.